അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ അല്പം നിഷേധിച്ചാലും പ്രശ്നമില്ല. നമുക്ക് അവരെ ആരോഗ്യത്തോടെ ഇരിക്കണം. ലിയോ ഇതെന്തുവാണ് കഴിക്കുന്നേ? ഏറ്റുമ്മ ഇതെന്താണ്? ചുമ്മിക്ക് എത്ര അങ്ങോട്ട് പോരാ. ഞാൻ തിന്നുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഒന്നും ഇവിടെ ആളിനെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ ഇങ്ങനൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. ഇപ്പം നല്ല ചൂടുകാലമാണ്. ചൂടുകാലത്ത് നമ്മൾ ഇവരെ പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റൂ. കാര്യം ശരിക്കും ഇവർക്ക് ചൂട് ബാധിക്കും. കാര്യം ഇവരുടെ ശരീരത്തിൽ ഈ രോമമൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ചൂട് ബാധിക്കും. അപ്പം ഇപ്പം ഇത് ഞാൻ കൊടുക്കുന്നത് ഇത് പുളിയില്ലാത്ത തൈരാണ്. പുളിയില്ലാത്ത തൈര് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇവക്ക് കയ്യിൽ കൊടുക്കുന്നതിൻ്റെ കാരണം ഇവക്ക് മരുന്ന് സ്പൂണിൽ കൊടുക്കുന്നത് കാരണം ഈ സ്പൂൺ കണ്ടായി ഇവിടെ ഓടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എന്തുവാ അവിടെ കടന്തുവാ നക്കി തോർത്തുന്നു എന്തുവാടി ഇത് എന്തുവാ. അപ്പം മതിയാ ഇനി വേണോ? ലിയോക്കുട്ടൻ്റെ വായിലൊക്കെ ഇരിക്കുന്നു. തൈര് കുടിച്ചോടാ. ഇല്ലാത്ത തൈര് മാത്രമല്ല, അവർക്ക് ഐസ് നക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. എന്നാ ലേക്ക് എന്നാ അതുകൊണ്ട് ഓടരുത്. അവിടെ വെച്ച് ഇവിടെ വെച്ച് വേണം. ഇതിന് പോണ്ട. അവിടെ ഇരുന്നാൽ മതി. ഇപ്പൊ വെയിലാണ്, ഭയങ്കര വെയിലാ. ഇറങ്ങണ്ടാണ്ടോ, ഭയങ്കര വെയിലാണ്. ഇറങ്ങണ്ട, അങ്ങോട്ട് പോണ്ട, അവിടെ വെയിലാണെന്ന്. പോന്നു അവക്കുള്ളത് കിട്ടുന്നോണ്ട് അവള് പോയി. അവിടെ നല്ല തണുപ്പുണ്ടോ ലിയോക്കുട്ടാ? നല്ല തണുപ്പുണ്ട്. എടുക്കട്ടാ? വേണ്ട, തണുപ്പ് വേണ്ടേ? തണുപ്പ് വേണ്ട. അതൊക്കെ ഇച്ചിരി നക്കിക്കോ. തൈര് വേണോ? തൈര് ഇനി വേണോ നിനക്ക്? തൈര് അത് വേണം. തൈര് വേണേ കൊടുക്കും. എനിക്ക് ഐസ് നിന്ന് തൈര് വേണമെങ്കിൽ കുറച്ചുകൂടെ എടുത്തോണ്ട് തരാം. ലിയോക്കുട്ടൻ്റെ ഐസ് ഇതാ പോകുന്നു. പിടിച്ചോ ചാടി പിടിച്ചോ. നല്ല ഇപ്പം ലേക്ക് എടുത്തോണ്ട് പോവും. ഇത് പിള്ളേർക്കുള്ള മോന്നറിയ ആകുമല്ലോ. ഇതെന്താ ഇത്? തൈര് കുടിക്കുക. അപ്പോൾ ഇത് തൈര്, പുളിയില്ലാത്ത തൈര്, ഐസ്, തണ്ണിമത്തൻ തുടങ്ങിയ പപ്പായ തുടങ്ങിയ പഴം. പപ്പായൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ഇപ്പം. പപ്പായ ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. മഞ്ഞപ്പപ്പായ ഉണ്ട്. അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരം ഫ്രൂട്ടുകളൊക്കെ കൊടുക്കുന്നതും ഒക്കെ ഇവർക്ക് ഈ ചൂടിന് നല്ലതാണ്. പറ്റുമെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. ശരീരം തണുക്കാൻ വേണ്ടി ഒന്ന് നനച്ചു കൊടുക്കുക. സോപ്പിട്ടൊന്നും കുളിപ്പിക്കാനല്ല പറഞ്ഞ് ഒന്ന് നനച്ച് തോർത്തിയാൽ അവർക്ക് ഒരു ആശ്വാസം കിട്ടും. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ ചൂടുകാലത്ത് സ്വാഭാവികമായിട്ടും പാർവോ, കാനൻ ഡിസ്റ്റംബർ ഈ ഇത്തരം രോഗങ്ങളൊക്കെ പടരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം അവർ ഈ പുറത്തുനിന്ന് വരുന്ന അവരുടെ ഈ രോഗം ബാധിച്ചവരുടെ മൂത്രമോ മലമോ ഒക്കെ മണക്കുക അല്ലെങ്കിൽ അതിനടുത്തൂടെ ചവിട്ടുക ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അത്തരം വൈറസുകൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ഈ ചൂട് കാലത്ത് ഇവരെ ഒത്തിരി സ്ട്രിക്റ്റ് ആക്കുക. ഇപ്പോൾ അത് പറഞ്ഞില്ലേ, നമ്മുടെ ബൗണ്ടറിക്ക് അകത്തായാലും അല്ലെങ്കിൽ കൂട്ടിൽ അടച്ചിടുന്നതാണെങ്കിലും ഞാനതിൽ കുറ്റം പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ്. അല്ല, അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ അല്പം നിഷേധിച്ചാലും പ്രശ്നമില്ല. നമുക്ക് അവരെ ആരോഗ്യത്തോടെ ഇരിക്കണം. ഇവിടെ അത് തന്നെ. ഇവിടെ ഇപ്പം അവരെ പഴയതുപോലുള്ള പുറത്ത് കളി വളരെ കുറവാണ്. വൈകിട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഈ പരിസരത്തേ ഉള്ള കളി മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യം ഒത്തിരി ഒന്ന് നിഷേധിച്ചിരിക്കുക. കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസ്സിനും ഒക്കെ വേണ്ടിയാണ്.
അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവരെ പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി അല്പം സ്ട്രിക്റ്റ് ആക്കിയാലും കുഴപ്പമില്ല, ഫ്രീഡം കൊടുക്കാതെ. ലയിക്ക വേണോ, എനിക്ക് തൈര് വേണോ? വാ. തൈര് വേണ്ട, ഐസ് കിട്ടിയില്ല. ഐസ് കിട്ടി. ഇനി വാ, വെയിലത്തുനിന്ന് വാ. ഭയങ്കര വെയിലത്ത് കിടക്കുന്നുണ്ടോ? അവിടെ വെയിലാടി, ഇനി വാ. കിടക്കുന്ന സ്ഥലം കണ്ട ആ വെയിലത്ത്. അവിടെ തണലൊന്നും ഇല്ല. വാ ഇങ്ങോട്ട്, ചെടിയുടെ കീഴിൽ പോയി കിടക്കുക. വാ, എടുത്തോണ്ട് വാ. ഐസ് എടുത്തിട്ട് നമുക്ക് അകത്ത് കഴിക്കാം. വാ, വരുന്നാ നീ? ഞാൻ എടുക്കട്ടോ? അപ്പം ഞാൻ എടുക്കും. ഞാൻ ഇപ്പം എടുക്കും. എടുക്കട്ടോ? ആ വാ, ഞാൻ പോവാണേ. ഇവിടെ പുല്ലുള്ളതുകൊണ്ടേ തണുപ്പുണ്ട്, ഒരു സുഖമുണ്ട് അല്ലേ ലേക്ക? ഇച്ചിരി തണലും ഉണ്ട്. ഉച്ചുമ്പോ ഇതെന്താണ് കഴിക്കുന്നേ? നീ കൂട്ടാ എന്തോടാ ഇത്? സാധനം പോകുന്നില്ല. അവക്ക് ലേക്കയ്ക്ക് സ്പൂണിൽ കൊടുക്കാൻ പറ്റത്തില്ല. സ്പൂണിൽ കൊടുത്താൽ അവക്ക് ഈ സ്പൂണിൽ മരുന്ന് കൊടുത്തിട്ട് ഉള്ള ഒരു ശീലം കാരണം അവക്ക് സ്പൂണ് കാണുമ്പോൾ അവക്ക് പേടിയാ. അവക്ക് അവളെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധവും ഇല്ലാത്തൊരു സാധനമാണ് ഇത്. അവക്ക് കളിപ്പാട്ടങ്ങളോട് മാത്രമാണ്. ഓ, ഇതിപ്പോ എന്റെ മുഖത്തൊക്കെ തെറിക്കുമല്ലടി. ഭയങ്കര ഇതാണ് ലിയോയ്ക്ക് ചൂട് കൊണ്ടാണ്. ചൂട് കൊണ്ട് എന്നാ എന്നാ എണീക്ക്. പുറത്തൂടെ തേച്ചു കൊടു, തണുക്കിട്ട് മുഖത്തൊക്കെ തേച്ചു കൊടു. കൊള്ളാമോ? മസാജ് ചെയ്യണോടാ ഐസ് വെച്ചിട്ട്? നീ കൂടെ ഫോട്ടോ എടുക്കട്ടെ? റെഡി? കടി കടി കടി. ഐസ് ഇരുന്ന ഫോട്ടോ. തൈരൊക്കെ വായിലിരിക്കുന്നു. വേണ്ട നിനക്കാണോ വെച്ച് തിന്നു മകളെ? ഒരു ഫോട്ടോ എടുക്കട്ടെ? റെഡി 1 2 ഫോട്ടോ. സിനിമ ഫോട്ടോയാ? 3 റെഡി 1 2 റെഡി 1 2 3. താഴെ ഇടണം, തിന്നണം. റെഡി 1 2 3. ഒന്നുകൂടെ ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുക്കട്ടെ? എടുക്കട്ടെ. റെഡി 1 2 3. ഓ, എങ്ങനെയാ തിന്നുന്നത്? കടിച്ചു മുറിച്ച് താഴെ ഇടുവാണോ? അപ്പോൾ ഓക്കെ, എല്ലാവരും നമ്മളെ പിന്നെ കുടുംബാംഗങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ, ഈ ചൂടുകാലത്ത് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അവൾ കാല് തറയിൽ തൊടാൻ പറ്റത്തില്ല, അത്രയും ചൂടാ. എന്നാലും അവൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ പോകണം. കയറിയോ? വൈകുന്നേരം ആവട്ടെ, വൈകിട്ട് കളിക്കാം. ഇപ്പൊ നട്ടുച്ച സമയമാണ്. സമയം എന്തായാലും ഇപ്പം ഓക്കെ. അപ്പോൾ എല്ലാവരും അവരവരുടെ കൂട്ടുകാരെ വളരെയേറെ ശ്രദ്ധിച്ച് പാർവോ, കാനൻ ഡിസ്റ്റംബർ തുടങ്ങിയ അവിടെ അവരുടെ കളിപ്പാട്ടം അതിൻ്റെ മേളിൽ എടുത്ത് വെച്ചിരിക്കുക. ഇപ്പം കളിപ്പാട്ടം കളിക്കാൻ കൊടുക്കത്തില്ല. കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവളെ പിന്നെ നശിപ്പിക്കും. അത് കാരണം കളി കഴിഞ്ഞാൽ കളിപ്പാട്ടം എല്ലാം മേളിലെടുത്ത് വെച്ചിരിക്കുക. അതിനാ അവിടെ പോയി കിടന്ന് എത്തുന്നത്. എന്താ വേണം? എന്താ വേണം? ഇനി വന്നേ. അതെന്നെ പറ. അതൊന്നും എടുക്കൂലിപ്പോ. അവിടെ എന്തോ ഇരിക്കുന്നു? അവിടെ എന്തോ ചുമ്മാ എന്തോ അവിടെ? അയ്യോ, ഈ പൊരി വെയിലത്തെ എനിക്ക് വയ്യ. വേണ്ടേ? അവിടെ എന്തോ ഇരിക്കുന്നേ ഉണ്ടാ? അവിടെ കളിപ്പാട്ടം അവിടെ ഇരിപ്പുണ്ട്. അതിനാ മേലോട്ട് നോക്കി ഇരിക്കുക. ചാടിപ്പിടി. ഇനി ഭയങ്കര വെയിലാണ്. ഓ, അൾട്രാ വയലറ്റ് ഒക്കെ വരും. ബാ, നമുക്ക് കയറി പോവാം.
പെരയ്ക്കകത്ത് കയറി. ഈ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിടിക്കാൻ കയറി കേട്ടോ. പിടിച്ചോണ്ട് വരും. ഞാൻ രണ്ടുപേരും അകത്ത് കയറി. ഓടിപ്പോ ഓടി ഓടി വെയിലത്തുനിന്ന്. ആ. രണ്ടുപേരും ഫാനിന്റെ കീഴിൽ പോയി കിടന്നോളി. വാ ലിയോ കൂട്ടം വാ. വെയിലത്ത് ഇറങ്ങൂല, അവനറിയാം അൾട്രാ വയലറ്റ് വരുന്നു. ഓക്കെ അവിടെ അങ്ങനെ പോയി കിടന്നു തണുപ്പത്ത്. ഓക്കെ.